പഠിപ്പിച്ചതെല്ലാം സിനിമയാണ്. 13ാമത്തെ വയസ്സിൽ, ഞാൻ വളരെ ചുരുക്കി പറയാം, 13ാമത്തെ വയസ്സിൽ സ്കൂളിൽ വെച്ച് ഒരു നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംവിധാനം തീരുമാനിക്കുന്നു. ഈ ആഗ്രഹം വെച്ചുകൊണ്ട് ഫാറ്റിമ കോളേജിൽ പഠിക്കുമ്പം ഞാനൊരു കഥ എഴുതുന്നു. ആ കഥയിലെ നായകൻ ബാലചന്ദ്രമേനോനാണ്. ബാലചന്ദ്രമേനോൻ എന്ന സംവിധായകനാണ്. ആ സങ്കല്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ സാക്ഷാത്കരിച്ചു. ഇത്രയും ചിത്രങ്ങൾ ചെയ്യാൻ ദൈവം അവസരം തന്നു. ഇത്രയും പ്രേക്ഷകരുടെ ആദരവ് കിട്ടി, സ്നേഹം കിട്ടി. ഇതിനിടയിൽ കൂടെ സിനിമയുടെ മുഖം അത്ര ശരിയല്ലെന്നും ഈ കാണുന്ന വളരെ ശാന്തമായ ഉപരിതലത്തിനടിയിൽ ഒരുപാട് അടിയൊഴുക്കുകളും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള കുറേ ജീവികളുമൊക്കെ ഉണ്ടെന്ന് നമുക്ക് അടുത്തറിയാൻ സാധിച്ചു. അതിൽ നിന്നെല്ലാം ഞാൻ പഠിച്ചപ്പോഴും ഞാൻ പഠിച്ച ഒരു പാഠം നല്ലതേ നിലനിൽക്കുമെന്നാണ്. അതിൻ്റെ വളരെ അയ്യോ ആ പടം ഓടിയല്ലോ, ഈ പടം ഓടിയല്ലോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓടുന്ന ഒരു പടത്തിൻ്റെ പിന്നാലെയുള്ള ഭ്രാന്തിന് പോകാതെ നിങ്ങൾ ആദ്യം ഉള്ളിലേക്ക് ടോർച്ചടിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടേ? എൻ്റെ ഒറ്റ ചോദ്യം അതേ ഉള്ളൂ. നിങ്ങൾ ഈ പടം എന്തിനെടുക്കുന്നു? ഒന്ന്, ആർക്കു വേണ്ടി എടുക്കുന്നു? രണ്ട്, എന്തുകൊണ്ടെടുക്കുന്നു? എന്തിന്, ആർക്ക്, എന്തുകൊണ്ട്? അടുത്തത്, ഈ ചിത്രം എടുക്കേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ എന്താണ്? ഇത് ആർക്കു വേണ്ടിയുള്ളതാണ്? ഞാൻ പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഇത് പ്രേക്ഷകനുള്ളതായിരിക്കണം. പ്രേക്ഷകൻ്റെ താല്പര്യത്തെ മറന്ന് നിങ്ങൾ തടിമെടുക്ക് കാണിക്കരുത്. നിങ്ങളുടെ മസിലും എല്ലാം കാണും, പക്ഷെ അത് കാണിക്കേണ്ട രീതിയിൽ കാണിക്കണം. ഇതാ എൻ്റെ ഒരു മസിൽ കണ്ടോ എന്നും പറഞ്ഞ പ്രേക്ഷകൻ്റെ മുമ്പിൽ നിങ്ങൾ ഒരിക്കലും നിഗളിക്കാൻ വരരുതെന്നാണ് എനിക്ക് ഈ സിനിമാ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. സിനിമ എന്ന് പറയുന്നത് സംശുദ്ധിയുടെ ഒരു ലോകമാണെന്ന് ഞാൻ കരുതുന്നില്ല. സിനിമ കലാകാരന്മാർ ചേരുന്നൊരു മേഖലയാണ്. കലാകാരന്മാരോട് ചേർന്ന് കള്ളും കഞ്ചാവും ഒക്കെ ഒരുപാട് ചിലവാകുന്നുള്ളവരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമിതമായി മദ്യപിച്ചിട്ട് അതിമനോഹരമായ സൃഷ്ടികൾ നടത്തിയിട്ടുള്ള കലാകാരന്മാരെ നമുക്ക് ഇതിനെ വേർതിരിക്കാൻ പറ്റില്ല. ഇത് സർഗ സൃഷ്ടിയുടെ കാര്യമാണ്. അതിൻ്റെ അർത്ഥം കള്ള് കുടിച്ചാലേ കല വരൂ എന്നുള്ളതല്ല. അങ്ങനെയുമുള്ള കലാകാരന്മാരുണ്ട്. ഏറ്റവും നല്ല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്താണ് ഏറ്റവും കൂടുതൽ കറപ്ഷൻ നടക്കുന്നത്. ഭഗവാൻ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല. ഇതിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളെ നിർത്തേണ്ടടുത്ത് നിർത്തുക. ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം, ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നതിന് ശേഷം 10-26 സിനിമകൾ എനിക്ക് അഭിനയിക്കാൻ എന്നെ വിളിച്ചതാണ്. ഞാൻ തിരഞ്ഞെടുത്തത് ഒടുവിൽ എത്രയോ ആലോചിച്ചിട്ട് ഈ ചിത്രം എടുക്കാൻ കാരണം എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ്. അതായത് 3 വർഷം കഴിഞ്ഞ് ബാലചന്ദ്രമേനോനെ തിരശ്ശീലയിൽ എങ്ങനെ കാണണം, പ്രേക്ഷകർ എന്തായിരിക്കും ആഗ്രഹിക്കുക, അതിലേക്കാണ് താമസം വന്നത്. അപ്പം ഞാൻ ഈ ഉപേക്ഷിച്ച ചിത്രങ്ങളിലെ ഈ ഉപേക്ഷിച്ച ചിത്രങ്ങളിൽ പലതും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ബലമുള്ള അടിത്തറയായിരുന്നില്ല. അപ്പോൾ ബലമില്ലാത്തൊരടിത്തറയിൽ ഞാനൊരു 10-12 പടം ഉടനെ വേണേൽ ചെയ്യാം. അത് ചെയ്യാതിരുന്നതാണ് ഞാൻ മലയാള സിനിമയ്ക്ക് ചെയ്യുന്ന സംഭാവന. അത് ചെയ്തിരുന്നെങ്കിൽ കുറേ കാശ് ഞാൻ ഉണ്ടാക്കിയേനെ. അത് വേണ്ട. നമ്മളെന്നും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ചെയ്യണം എൻ്റെ അഭിപ്രായം. ഇതും ഈ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളതാണ്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മറന്ന് കിടന്നിട്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു വെറുതെ ആലോചിക്കണം. ഒന്ന് റീവൈൻഡ് ചെയ്യണം. അതിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിമാനിക്കാൻ തോന്നുന്ന കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കണം. അതല്ല ചെയ്ത കാര്യങ്ങളെ മൊത്തം ഒന്ന് വേ ചെയ്ത് നോക്കുമ്പം നന്മയും തിന്മയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം മനസ്സിലാക്കാൻ പറ്റുക. ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തും ജീവിക്കാം. ഒരുപാട് പേരുടെ ജീവിതം കെടുത്തിയും അവർക്ക് ബുദ്ധിമുട്ടായും അവരെ നശിപ്പിച്ചും ജീവിക്കാം. ഞാൻ എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ പലപ്പോഴും മാറിയിരുന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് എത്ര പേർ എത്ര സുഖമായിട്ട് ജീവിതത്തിൽ, പ്രത്യേകിച്ച് നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഞാൻ അവതരിപ്പിച്ചവരും, അത് ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ, അവരെല്ലാം ജീവിതത്തിൽ വിജയിച്ച് നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു രംഗമാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ ഈ ജന്മം കൊണ്ട് അങ്ങനൊരു പ്രയോജനമുണ്ടായല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അതൊരു വലിയ കലയാണ്, യാതൊരു സംശയമില്ല. അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഞാനറിയാതുള്ള എന്നിലെ ഐറ്റംസ് ഇവരെപ്പോൾ കണ്ടു എന്ന് നോക്കുമ്പോൾ എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമാണ്. അപ്പോൾ അതാണോ ഞാൻ എന്ന് അവരാണ് നമ്മളെ ചൂണ്ടിത്തരുന്നത്. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ വർത്തമാനം പറയുന്നത് ഇങ്ങനെയാണ് എന്ന് അവർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതൊരു ഒബ്സർവേഷൻ്റെ. അതിനെ ചില ആൾക്കാർക്ക് അതിനെ മ്ലേച്ഛമായി കാണുന്നൊരു വാസനയോട് ഒരിക്കലും കാണാൻ പാടില്ല. അടിസ്ഥാനപരമായ ഒരു കലാകാരന് മാത്രമേ ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ നോട്ടത്തിലൊരു ജയറാം പ്രേംനസീറിനെയൊക്കെ അവതരിപ്പിക്കുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും അതിനെ അങ്ങ് തള്ളി പറയരുതെന്ന് എൻ്റെ അഭിപ്രായം. ചിലപ്പോൾ പലപ്പോഴും ജയറാം പ്രേംനസീറായിട്ട് അഭിനയിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ജയറാമായിട്ട് അഭിനയിക്കുന്നതൊക്കെ ഇഷ്ടപ്പെടാൻ പലപ്പോഴും. അത്ര തന്മയത്വമായിട്ട് അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ പഴയ ആൾക്കാർ പറയുന്ന പ്രമാണങ്ങളൊന്നും തെറ്റില്ല. സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ
ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഞാൻ ഈ 3 വർഷം വിട്ടു നിന്നപ്പോഴും നിരന്തരമായിട്ട് ഇവിടുത്തെ ചാനലുകൾ അവരോട് പ്രത്യേക നന്ദിയുണ്ട് എനിക്ക്. എൻ്റെ ഏപ്രിൽ 18 കുറിപ്പിൻ്റെ കണക്ക് പുസ്തകവും കാര്യനിസ്സാരവും നയം വ്യക്തമാക്കുന്നതൊക്കെ പൈങ്കിളി കഥയും ഇതെല്ലാം മാറി 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 വന്നതിലൊക്കെ ഞാനുണ്ടായിരുന്നു. ഞാൻ അവതരിപ്പിച്ച നായികമാർ പല പടങ്ങളിൽ വന്നപ്പോഴും അതിലൊക്കെ ഞാനുണ്ടായിരുന്നു. ഇതിലൊക്കെ ഞാനുണ്ടാക്കിയ ടൈറ്റിലുകൾ വന്നപ്പോൾ ഒരു സീരിയലിൽ പിന്നെ ഇടുന്ന ആ സീരിയലിൻ്റെ പേര് തന്നെ, അതല്ലെങ്കിൽ ഒരു റോഡിൽ നിരത്തിൽ കൂടെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കാണുന്ന ലോറിയുടെ പിറകെ ഇഷ്ടമാണ് പക്ഷേ മുട്ടരുത്, ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇങ്ങനെയുള്ള നമ്മുടെ പടങ്ങളിലെ ടൈറ്റിലുകൾ ഇതെല്ലാം സജീവമായിട്ടുണ്ട് നിൽക്കുകയാണ്. ഞാൻ ഹൈദരാബാദിലേക്ക് മാറി നിന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും എന്നെ ഇവിടുത്തെ ആൾക്കാർ മറന്നതായിട്ടൊരു തോന്നലുണ്ടായിട്ടുമില്ല. അത് മാത്രമല്ല, ആ സമയത്ത് അവരുടെ എന്നോടുള്ള പ്രാർത്ഥനയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഇന്നും ആ വാത്സല്യവും ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് അങ്ങേയറ്റം ലഭിച്ചു എന്നുള്ളത് ഒരു കൃതാർത്ഥതയുള്ള കാര്യമാണ്. അല്ലാതെ നമുക്ക് ഈ സിനിമയ്ക്കകത്തുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ തുറന്നു പറയാം, നമുക്ക് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റെന്ന് വിവച്ഛേദിച്ച് പറയാൻ പറ്റുകയില്ല. ഒരിക്കലും പറ്റില്ല. ഇന്നലെ ചെയ്തൊരബദ്ധം അത് പറയേണ്ടി വരും. അങ്ങനെയാണ് സിനിമയിൽ സംഭവിക്കുന്നത്. നിസ്സാരം ഞാൻ പറയാം, MGR തമിഴ് സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ഇമേജ്, ശിവാജി ഗണേശൻ അവർ അഭിനയിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ രജനീകാന്തിനെ പോലൊരാൾക്ക് സിനിമ സ്വപ്നം കാണാൻ പറ്റുകയില്ല. രജനീകാന്തിൻ്റെ രൂപവും ശരീരവും ഒന്നും, കാരണം MGRും ശിവാജിയുമൊക്കെ വെച്ചിരുന്ന 50 കിലോഗ്രാം ഭാരമുള്ള വിഗ്ഗാണ്. അവരുടെ 2 ഭാഗത്ത് വെച്ചിരുന്ന വീതുളിക്കുണ്ട് 10 കിലോ ഭാരം. അവിടുന്നാണ് ഈ രജനീകാന്ത് വളരെ മെലിഞ്ഞിട്ട് ജീൻസുമൊക്കെ ചെയ്ത് വന്ന് മുടിയൊക്കെ തട്ടിയിട്ട് ആൾക്കാരെ കയ്യിലെടുത്തത്. രജനീകാന്ത് സൂപ്പർ സ്റ്റാറായിട്ട് ഷൈൻ ചെയ്ത സമയത്ത് നമ്മുടെ സ്വപ്നത്തിൽ കരുതിയോ അദ്ദേഹത്തിൻ്റെ മരുമകൻ, എന്താ പേര്, ധനുഷ്, സിനിമയിൽ അഭിനയിച്ചൊരു നടനായിട്ട് പേരെടുക്കുമെന്ന് അന്നത്തെ രൂപം വെച്ച്? ഒരിക്കലുമില്ല. അന്നത്തെ രൂപം വെച്ച് വരില്ലെന്ന് മാത്രമല്ല, അങ്ങേര് ഇന്ത്യയിലെ ബെസ്റ്റ് ആക്ടർ ആവുമെന്ന് വിചാരിച്ചു. ഇല്ല, ഇപ്പോൾ അത് ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്ന നായകനായിട്ട്. അപ്പം നമുക്ക് അത് ശരി ഇത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാത്തിരിക്കുക. ഇത് അങ്ങനൊരു ഭാഗ്യ പരീക്ഷണത്തിൻ്റെ കേന്ദ്രമാണ്. ഒരുപാട് കഴിവുള്ള, എന്നേക്കാൾ എത്രയോ കഴിവുള്ള ആൾക്കാർ സിനിമയിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വെറുതെ ഇരിക്കുന്നത് എനിക്കെന്നറിയാം. ഞാൻ അവസരം കൊടുത്തിട്ടും പൊന്താനൊക്കാത്ത രീതിയിൽ സാഹചര്യങ്ങൾ. ഒരാൾക്ക് കാത്തിരുന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ടി ഒരു നല്ല വേഷം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ട്രാജഡി കാരണം അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം എൻ്റെ കൈ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, എൻ്റെ സമയമാണ് മേന്നെ സിനിമ, സമയമാണെന്ന് പറഞ്ഞ് കരഞ്ഞെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരെയും ഭരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ചെയ്യുക. ആദ്യം പറഞ്ഞിടത്ത് ഞാൻ തുടങ്ങുകയാണ്, കർമ്മം ശുദ്ധമായിട്ട് മുമ്പോട്ട് പോവുക. ഒറ്റ അപേക്ഷ, പ്രേക്ഷകനെ മറക്കരുത്. കാരണം പ്രേക്ഷകനാണ് നമ്മുടെ സമ്പത്ത്. ഞാൻ പാട്ടുകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എല്ലാവർക്കും അറിയാം. ഈ 60കളിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരു ലളിതഗാനമുണ്ട്. 60കളിലാണ് ശ്രീകുമാരൻ തമ്പി, അത് ബാബുരാജാണ് സംഗീതം. ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ അതൊരു 2 വരി ഞാൻ പറയാം. ആ 2 വരി, അനുരാഗലോലനി അരികിലില്ലെങ്കിൽ അഴകനിക്കെന്തിനു തോഴി, അഴകനിക്കെന്തിനു തോഴി. ഇവിടെ അനുരാഗലോല എന്ന് പറയുന്ന പ്രേക്ഷകനാണ്. നീ എൻ്റെ അരികിലില്ലെങ്കിൽ അഴകെന്ന് പറയുന്നത് സിനിമയാണ്. ഈ സിനിമ എനിക്ക് എന്തിനാണ്? നീ ഉള്ളപ്പം നിൻ്റെ മുന്നിൽ സമർപ്പിക്കാനുള്ളതാണ് സിനിമ. അങ്ങനെ നിങ്ങൾ വന്ന് സിനിമ, ഇനി വരാൻ പോകുന്ന സിനിമകൾ, എൻ്റെയും എല്ലാവരുടെയും സിനിമകൾ ആഘോഷമാക്കി തിയേറ്ററിൽ മാറ്റണമെന്ന അപേക്ഷയോടെ നമസ്കാരം.